ഖലീഫ ഉമറിന്റെ ഭരണകാലം 3 പേർ ചേർന്ന് ഒരു യുവാവിനെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി. ഇയാൾ ഞങ്ങളുടെ ഉപ്പയെ കൊന്നു. ഖലീഫ ഉമർ പ്രതിയെ നോക്കി. ശരിയാണ്, പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. കേസ് വിചാരണയ്ക്കെത്തി. കൊല്ലപ്പെട്ട വ്യക്തിയുടെ മക്കൾ ക്ഷമിക്കാൻ തയ്യാറായില്ല. കുടുംബം മാപ്പ് നൽകിയില്ലെങ്കിൽ കൊലപാതകത്തിന് വധശിക്ഷയാണ് ശരീഅത്ത് നിയമം. ഖലീഫ ഉമർ പ്രതിയോട് ചോദിച്ചു, അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ട്? പ്രതി പറഞ്ഞു, എനിക്ക് വീട്ടുകാരെ കണ്ട് യാത്ര പറയാൻ 3 ദിവസം സമയം നൽകണം. പക്ഷേ പ്രതിക്ക് പോകണമെങ്കിൽ അവിടെയുള്ള ഒരാൾ ജാമ്യം നിൽക്കണം. പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാരൻ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. അപരിചിതനായ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല. ആ സമയം പ്രായമായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ മനുഷ്യനെ കണ്ട ഉമർ ഞെട്ടി. അബൂദർ, താങ്കളോ? ഞാൻ ജാമ്യം നിൽക്കാം. പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ശിക്ഷ താങ്കൾ അനുഭവിക്കേണ്ടി വരും. അറിയാം. അബൂദർദിന്റെ ജാമ്യത്തിൽ പ്രതി നാട്ടിലേക്ക് പോയി. ആദ്യ 2 ദിവസവും 3-ാം ദിവസവും കഴിഞ്ഞു. അവധി കഴിഞ്ഞിട്ടും പ്രതി മടങ്ങി വരാതെ ആയപ്പോൾ അബൂദർദിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. കഴുമരത്തിലേക്ക് അബൂദർ നടക്കുകയാണ്. അവിടെ കൂടിയ ആളുകളുടെ ഹൃദയമിടിപ്പ് കൂടി. പ്രവാചക ശിഷ്യനെയാണ് വധിക്കാൻ പോകുന്നത്. ആ സമയം അവർ കണ്ടു, ദൂരെ നിന്നും പ്രതി ഓടിക്കിരിച്ചു വരുന്നു. ആ രംഗം കണ്ട് എല്ലാവരും ഞെട്ടി. വധശിക്ഷ സ്വീകരിക്കാൻ പ്രതി വന്നിരിക്കുന്നു. കിതച്ചു വന്ന പ്രതിയോട് ഖലീഫ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് വൈകിയത്? പ്രതി പറഞ്ഞു, എന്റെ കുട്ടിക്ക് സുഖമില്ലായിരുന്നു. വയ്യാത്തതിനാൽ അല്പസമയം കൂടി അടുത്തിരുന്നു. വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് മടങ്ങി വന്നത്? അബൂദർദിന്റെ മുഖത്തേക്ക് നോക്കി പ്രതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്നെ വിശ്വസിച്ച ഒരാളെ വഞ്ചിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അബൂദർദിനോട് ഉമർ ചോദിച്ചു, അപരിചിതനായ ഒരാൾക്ക് വേണ്ടി താങ്കൾ ജാമ്യം നിന്നു. അയാൾ മടങ്ങി വരുമെന്ന് താങ്കൾക്ക് അറിയാമായിരുന്നു. അബൂദർദിന്റെ മറുപടി അതിലും മനോഹരമായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥയുണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരു പരിചയവുമില്ലാത്ത 2 മനുഷ്യരുടെ സ്നേഹം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ എത്തിയ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മക്കളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പ്രതിക്ക് മാപ്പ് നൽകി. മരണം ഉറപ്പായിട്ടും തന്റെ വാക്കു പാലിക്കാൻ മടങ്ങി വന്ന യുവാവ് സത്യസന്ധതയുടെ ഉദാത്തമായ ഉദാഹരണമാണ്. അപരിചിതനായ ഒരാൾക്കു വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി ജാമ്യം നിന്ന അബൂദർദിന്റെ പ്രവൃത്തി മനുഷ്യർ തമ്മിലുണ്ടാവേണ്ട വിശ്വാസത്തെ കാണിക്കുന്നു. നിയമത്തെക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിഞ്ഞ മക്കൾ പ്രതിക്ക് മാപ്പ് നൽകുന്നത് ക്ഷമയുടെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഒരു മനുഷ്യനെ രക്ഷിക്കാനുള്ള ഉദാത്തമായ ശ്രമത്തിന് അനുകമ്പ ആവശ്യമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും ദയ അർഹിക്കുന്നവരാണ്. എങ്കിലും ചില കുറ്റകൃത്യങ്ങൾ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. ചില കാരണങ്ങൾ ശിക്ഷയും അർഹിക്കുന്നില്ല. കുറ്റം ആര് ചെയ്താലും ന്യായീകരിക്കാൻ കഴിയില്ല. കുറ്റകൃത്യത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം എന്ത് തന്നെയായാലും നീതിയും ന്യായവുമാണ് നടപ്പിലാകേണ്ടതെന്ന് ആവർത്തിക്കപ്പെടുമ്പോഴും ഓരോ ജീവനും മഹത്തരമാണെന്ന തിരിച്ചറിവ് സമൂഹത്തിന് ആവശ്യമാണ്. നിയമത്തിനെതിരാവാൻ നീതിന്യായത്തിന് കഴിയാത്തിടത്തോളം അനുകമ്പയുള്ള മനുഷ്യരുടെ മനുഷ്യത്വം തന്നെയാണ് നീതി നടപ്പിലാക്കുന്നത്. മനുഷ്യത്വം എന്നത് കേവലം ഒരു വാക്കോ ആശയമോ അല്ല. അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിന്റെയും വിളക്കാണ്. ഒരാളുടെ നിറമോ ജാതിയോ മതമോ ദേശമോ നോക്കാതെ എല്ലാവരെയും തുല്യമായി കാണാനുള്ള മനസ്സാണ് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം. ദുരിതത്തിലായ ഒരാളെ സഹായിക്കാനുള്ള സന്നദ്ധത, മറ്റൊരുവന് താങ്ങും തണലുമാകാനുള്ള പ്രചോദനം, ഇതെല്ലാം മനുഷ്യത്വത്തിന്റെ വിവിധ ഭാവങ്ങളാണ്. എന്നാൽ ആധുനിക ലോകത്തിലെ തിരക്കിട്ട ജീവിതവും മത്സരബുദ്ധിയും മനുഷ്യത്വപരമായ മൂല്യങ്ങളെ പടിപടിയായി ഇല്ലാതാക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി മനുഷ്യർ പരസ്പരം അകലുന്ന കാഴ്ച ആശങ്കാജനകമാണ്. ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുമ്പോൾ അവിടെ കലഹങ്ങൾ കുറയുന്നു. പരസ്പര വിശ്വാസവും സ്നേഹവും വളരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ, യുദ്ധങ്ങൾ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മനുഷ്യത്വം പ്രകടമാകുന്ന കാഴ്ച നാം കാണാറുണ്ട്. മനുഷ്യരെ ബഹുമാനിക്കാനും സഹായിക്കാനും പങ്കുവയ്ക്കാനും പഠിപ്പിക്കുന്നത് ഭാവി തലമുറയിൽ മനുഷ്യത്വം വളരാൻ ഒരുപാട് സഹായിക്കും. സ്വയം മാതൃകയാകുക എന്നതാണ് ഏറ്റവും നല്ല വഴി. നമ്മുടെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ നമുക്ക് കഴിയണം. ചെറിയ കാര്യങ്ങളിൽ പോലും മനുഷ്യത്വം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു പുഞ്ചിരി,
ഒരു വാക്ക്, അതുമല്ലെങ്കിൽ ഒരു ചെറിയ സഹായം, ഇവയെല്ലാം മറ്റൊരു മനുഷ്യനെ വലിയ മാറ്റങ്ങൾ വരുത്തും. ഓരോ വ്യക്തിയും തന്റെ ഉള്ളിലെ മനുഷ്യത്വത്തെ തിരിച്ചറിയുകയും അത് സമൂഹത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകം കൂടുതൽ മനോഹരമായ ഒരിടമായി മാറും. സ്നേഹവും സഹാനുഭൂതിയും കൈകോർത്ത് നിൽക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒത്തുചേരാം. സുഹൃത്തുക്കളെ, ഈ കഥയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്പർശിച്ച കഥാപാത്രം ആരുടേതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കാൻ നമുക്ക് ഇത്തരം ചില ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.